ആലപ്പുഴ മാവേലിക്കരയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അപകടയാത്ര. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് പോലീസ് ജീപ്പ് അപകടകരമായ രീതിയിൽ ഓടിച്ചത്. ഇയാൾ മദ്യലഹരിയിലാണെന്ന സംശയവുമുണ്ട്. ഛർദ്ദിച്ചവശനായ നിലയിലായിരുന്നു ഉദ്യോഗസ്ഥനെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വീഡിയോ കണ്ടവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യലഹരിയിൽ വണ്ടി ഓടിച്ചതും പോലീസുകാരനാണെന്നൊന്നും അവർക്ക് സംശയമാണെന്നും അല്ലേ. മറ്റേ ബിവറേജിലെ ബില്ലെടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഈ വാർത്തക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യണതാണ്, ഇവർ ഈ വാർത്ത ഇടണയാണെന്ന് വേറൊരു സംശയമാണ്. ഇവർക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് വേറൊരു സംശയമാണ്. വാള് വച്ചു എന്നുള്ളത് അവർക്ക് സംശയമാണെന്ന്. മൈലുകൾ കാണില്ല അതിൽ മറ്റേ വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നത് വാള് വെച്ചതായിട്ട്. വണ്ടി പോണതേ മറ്റേ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കൂടെ. ഇത് കേരളത്തിൽ തന്നെയാണ് അല്ലെ? ഞാൻ വിചാരിക്കും മറ്റേ അപ്പുറത്ത് കൂടെ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ പോകണ കറക്റ്റാണ്. ഇപ്പുറത്തല്ലേ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്? ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗ്. അപ്പൊ നീ എങ്ങോട്ടാ നോക്കണേ? ആ പോലീസുകാരനാണ് ഇത് ഓടിച്ചത്. അങ്ങനെ പറയാൻ പറ്റൂല നമുക്ക്. പിന്നെ അല്ല, വാർത്തക്കാർ തന്നെ പറയുന്ന സംശയമാണെന്ന്. പോലീസുകാർ ഡ്യൂട്ടി അല്ലേ ചെയ്യണത്? നമ്മൾ തടസ്സപ്പെടുത്തി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വാർത്തക്കാര് പറയൂല. കാരണം എന്താ? വാർത്തക്കാർക്ക് തന്ത ഇല്ലല്ലോ. വാർത്തക്കാര് എന്ന് പറഞ്ഞാല് ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായിയാണ്. പിണറായിന്റെ പോലീസാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓടിച്ചോണ്ടിരിക്കണത്. ഈ പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എന്ത് പറയാ ഇപ്പൊ? നീ പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നീയോ ഞാനല്ലേ എന്റെ കൂട്ടുകാരനോ നിന്റെ കൂട്ടുകാരനോ ആയിക്കോട്ടെ, ഏതൊരുത്തനാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അവന്റെ തന്തിയും തറവാടും അവന്റെ വീട്ടു നമ്പർ അടക്കം ഒരു പോസ്റ്റ് ചെയ്യും, തള്ളക്കും വിളിക്കും അവന്മാര്. തീർച്ചയായിട്ടും. ഇത് ഇപ്പൊ ഒരുത്ത പോലീസുകാരൻ വണ്ടി ഓടിച്ചു, പോലീസുകാർ കള്ളുടിച്ചോട്ടെ വണ്ടി ഓടിച്ചോട്ടെ പ്രശ്നമില്ല. പക്ഷെ എന്താ അവര് ഈ പോലീസ് വാഹനത്തിൽ വന്നിട്ട് വെള്ളടിച്ചിട്ട് ഛർദ്ദിച്ചിട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. അല്ല, അവരുടെ ഡ്യൂട്ടിയാണത്. ഡ്യൂട്ടി ആയിക്കോട്ടെ, പക്ഷെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവര് അല്ല, പിണറായി സർക്കാർ പറഞ്ഞിട്ടില്ലേ റോഡിന്റെ സെന്ററിൽ കുഴിയെടുത്തിട്ട് ചെറുപ്പക്കാരൻ കൊണ്ട് ആ കുഴിയില് സ്കൂൾ ബസ് എന്തോ തള്ളിയിട്ട്, അങ്ങനെ എന്താണ് എന്റെ ഒരു അറിവ്, തള്ളിയിട്ട് എന്നിട്ട് സർക്കാർ പറയാണ് നിങ്ങൾ എന്തിനാ കുഴിയും കൊണ്ട് തള്ളിയിട്ടേന്ന്. കുഴി എവിടെയാ? റോഡിന്റെ സെന്ററില്. അപ്പോ എങ്ങനെ ഇരിക്കണം? പോലീസുകാര് നിങ്ങൾ വെള്ളടിച്ചോളി. ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, നമ്മള് വെറും ഒരു ആൾക്കാർക്ക് പരിഹസിക്കാനായിട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ വെള്ളടിച്ചോളി, നിങ്ങൾ പരിപാടിയൊക്കെ നടത്തിക്കോളി. ഇത് ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ അല്ല, അതിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. സ്പീഡിലാണ് വന്നത്. അവന്റെ ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ്. ഇത്ര CC ഇവിടെ മറ്റേ ഇൻഷുറൻസ് ചെയ്ത് വാങ്ങിക്കാൻ അവർക്ക് അറിയാം. ഈ CC ബൈക്ക് ഇത്ര സ്പീഡിലാണ് റോഡിൽ കൂടെ ഓടിച്ചുകൂടാ. പിന്നെ അത് റോഡിൽ കൂടെ ഓടിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ പോലീസുകാര് വണ്ടി ഓടിച്ചുകൊണ്ട് പോലീസുകാരന്റെ വീടില്ല, സ്ഥലമില്ല, പോലീസുകാരന്റെ പേരും ഒന്നുമില്ല, പോലീസുകാരന്റെ ഫോട്ടോയും ഇല്ല. ഫോട്ടോ വീഡിയോ ഉണ്ട്, ഫോട്ടോയില് വ്യക്തമല്ല. മറ്റേ വ്യക്തമാണെങ്കിൽ പോലും മനസ്സിലാവില്ല. അന്യഗ്രഹ ജീവികണക്കല്ലേ താഴെ. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ വീടും തറവാടും തന്തിയും എല്ലാം വെളിപ്പെടുത്തും ഇല്ലേ? ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ കേരള ഗവൺമെന്റ് MVD ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള പോലീസ് ആയിക്കോട്ടെ, ഇതുപോലെ നമ്മൾ ആരെങ്കിലും ഒരു സൗണ്ട് ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ എടുത്തിട്ടിടും BGM ഒക്കെ ഇട്ടിട്ട് റോഡിലൂടെ അനധികൃതമായിട്ട് സൗണ്ട്. അതിന്റെ ഒരു ഉദാഹരണമല്ലേ മറ്റേ ചെറുപ്പക്കാരനെ അടിച്ചിട്ട് ഒതുക്കിയത്? അതിപ്പോ ഇവിടെ അടുത്ത് നടക്കിയത് അതോ ഗുണ്ടയാണെന്നെങ്കിൽ എന്താ? അവ സമാധാനമായിട്ടില്ല അവന്റെ പട്ടിയെ വണ്ടിക്കകത്തിട്ട് കൊണ്ടല്ല ഒതുക്കിയിട്ടത്. അപ്പോ ഇത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് സാധാരണക്കാരെങ്കിലും എന്തെങ്കിലും ഒരു സൗണ്ട് മോഡിഫിക്കേഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഇറക്കും BGM ഒക്കെ കുത്തി കയറ്റിയിട്ട് ഞങ്ങൾ നിയമ നടപടി എടുത്ത്. ഈ പോലീസുകാരന്റെ നിങ്ങൾ എന്ത് ചെയ്തു? സസ്പെൻഷൻ. അല്ല, ഇന്നേ വരെ ഒരു പോലീസുകാരെ കഞ്ചാവ് തോട്ടമുള്ള ഒരാളെ പിടിച്ചിരിക്കണ ഇന്നേ വരെ നാട്ടുകാർ പിടിച്ചിട്ടുമല്ലാതെ യുവമാര് ഒരുത്തന്റെ വീട്ടിൽ കയറി ഒരുത്തനെ പിടിച്ചിട്ടുമില്ല, അറസ്റ്റ് ചെയ്തിട്ടുമില്ല. നാട്ടുകാർ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കഞ്ചാവ് പിടിച്ചവന്റെ പേരിലും കേസെടുക്കാം, നാട്ടുകാരുടെ പേരിലും കേസെടുക്കാം. അപ്പോ ഈ പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ MVD ആയിക്കോട്ടെ കേരള പോലീസ് ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ BGM കുത്തി കയറ്റിയിട്ട് വീഡിയോ ഇറക്കിയിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടോ, സസ്പെൻഡ് അല്ലേ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്. അതുപോലെ ഇപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തല്ലോ, കള്ളുടിച്ചു വെള്ളമടിച്ചു ഛർദ്ദിച്ചൊക്കെ വണ്ടി അടിച്ചല്ലോ, എന്നിട്ട് ആ വണ്ടിയും അതുപോലെ തന്നെ ആ പോലീസുകാരനൊക്കെ ഒന്ന്
കസ്റ്റഡിയിൽ എടുത്തിട്ട് അയാളുടെ ലൈസൻസ് ഒക്കെ കസ്റ്റഡിയില്ല, ഈ മൈനൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയണം. അവന്റെ വീട്ടിൽ പോയിട്ട് വല്ല വാഴ കൃഷി ചെയ്ത് ജീവിക്കാൻ പറയണം. ലൈസൻസ് ഒക്കെ റദ്ദാക്കിയിട്ട് നിങ്ങൾ BGM ഒക്കെ കുത്തി കയറ്റിട്ട് ഒരു വീഡിയോ ഇറക്കി. ഞാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ നീയൊക്കെ പറയല്ലേ മറ്റേ വീഡിയോ ആണെന്നത്. AI വീഡിയോ നിങ്ങൾ പറയൂ. ഇത് കാരണം ഞാൻ നിങ്ങൾ ഇട്ടാല് 3/4, ഞങ്ങൾ ഇട്ടാൽ വള്ളി ടൗസർ. അത് എന്ത് പൂഞ്ചാറ്റിൽ ന്യായ? നീ പറയും എന്ന് പറയും. അതാണ് മറ്റേ ഇത് നല്ല കൂടുതലുള്ള ആൾക്കാരാണ് തൊല്ലിക്കട്ടി. പോത്തിന് പോലും ഉളുപ്പ് വന്നു. പോലീസുകാരുടെ പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല നല്ല പോലീസുകാരും നിങ്ങളെ ഇടയിലുണ്ട്. ഇതുപോലത്തെ നാറിയ ആൾക്കാർ വരുമ്പോ എത്ര നല്ല ആൾക്കാരുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സംസ്കാരം ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ പോലും നല്ല ആൾക്കാരുണ്ട്. നമ്മളെ തൊലി ഉരിഞ്ഞു പോകും. ഇത് മൈര കേരളത്തിലില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള കേരളത്തിൽ ഉണ്ട്, ഇല്ലാന്നല്ല, കുറെ ആൾക്കാരുണ്ട് കേരളത്തില്. നല്ല പോലീസുകാരുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള വേറൊന്നുമല്ല. ഞങ്ങൾ ചെയ്യുമ്പോ ഞങ്ങളെ പോലത്തെ സാധാരണ ആൾക്കാർക്ക് ചെയ്യുമ്പോ ഇപ്പൊ വേറൊരുത്തൻ ഇതേപോലെ വണ്ടി ഓടിച്ചിട്ട് സീരിയൽ നടനോ എന്തോ മറ്റേ വണ്ടി അടിച്ചിട്ട് തട്ടിട്ട് ഇവര് പിന്നെ അവനെ വലിച്ചിട്ട് അടിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അവ ഒരു 50,000 കൈ കൊടുത്തു കഴിഞ്ഞാ തന്നില്ല നീ. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് മടുത്തു. ഇത് മടുത്തുന്നല്ല, മൈര് വെറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ എന്തിനെന്ന് പറയാൻ, ഈ നമ്മളെ ഈ ഫ്രഷ് മീൻ തിന്നുള്ള ആൾക്കാര് 15 ദിവസം കഴിഞ്ഞുള്ള മീൻ തിന്നുള്ള ഒരു അവസ്ഥയാണത്. അപ്പോ ഞങ്ങൾക്ക് വളരെ ലഘുവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വെള്ളം അടിച്ചോളി, ഇതായിക്കോളെ. വീട്ടിൽ പോയിരുന്ന് അടിച്ചോ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അടിച്ചോ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ ബാധിക്കുന്ന വിഷയമില്ല. എന്തിനാണ് എല്ലാരും അടിക്കാൻ തന്നെയാണ് സർക്കാർ മറ്റേ വിവരം തുറന്നു വെച്ചിട്ട് ലഹരി മുക്ത കേരളം നടത്തിയിരിക്കുന്നത്. അത് വേറെ വിഷയമുണ്ട്. അത് ഞങ്ങൾ വേറെ തന്നെ വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അടിക്കാനുള്ളൊക്കെ അടിച്ചോ. പാവപ്പെട്ട ആൾക്കാരെ നെഞ്ചത്ത് കയറിയിട്ട് പോയിട്ട് കുത്തി കൊല്ലാൻ നിൽക്കണ്ട. എന്തായാലും ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി അടിക്കേണ്ടവർ അടിക്കുക, കുടിക്കേണ്ടവർ കുടിക്കുക, അടിക്കാത്തവർ അടിക്കാതെ നിൽക്കുക. അടിക്കാത്തവർക്ക് അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. പിന്നല്ല കാണാൻ വേണ്ടിട്ടല്ലേ ഈ യൂട്യൂബ് ചാനല്, ഇൻസ്റ്റാഗ്രാമും എല്ലാം അതിൽ തുറന്നു വച്ചിരിക്കുന്നത്. കാണേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. പിന്നല്ല.